തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മലപ്പുറം ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചക്കിലം IPSന്റെ സന്ദർശനത്തോടെ വിരാമം. തിരൂരങ്ങാടി തിരൂർ സബ് RTO ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൂടുതൽ ബാച്ചുകൾ അടിയന്തരമായി അനുവദിച്ചു. കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾക്ക് 3 മാസത്തിനുള്ളിൽ പരിഹാരം കാണുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു. അപേക്ഷകൾ തീർപ്പാക്കുന്നതിനു വേണ്ടി മറ്റു ജില്ലകളിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ തിരൂരങ്ങാടി സബ് RTO ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഇന്ന് തിരൂരങ്ങാടി വന്ന് മലപ്പുറം ഓഫീസിൽ ഞാൻ പോവുകയാണ്. ഇന്നലെ തിരൂർ ഓഫീസിൽ ഞാൻ ചെന്നായിരുന്നു. മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ഓഫീസസിലെ പെൻഡൻസി കുറച്ച് കൂടുതലാണ്. കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് കൂടുതലാണ്. സാധാരണ നമ്മളൊരു RTO ഓഫീസിലെ ഒരു കൊല്ലത്തോ എറണാകുളത്തോ റിസീവ് ചെയ്യുന്ന എണ്ണമാണ് ഓരോ സബ് RTO ഓഫീസിൽ ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണമാണെങ്കിലും CF ടെസ്റ്റിൻ്റെ എണ്ണമാണെങ്കിലും പല സിറ്റിസൺ സർവീസസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും ഇതിൻ്റെ എണ്ണം 3-4 ഇരട്ടിയാണ് ഒരു SRTOന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പെൻഡൻസി കുറയ്ക്കണം എന്നുള്ള ഒരു മെയിൻ മിഷൻ ആണ് നമ്മുടെ ഇന്നലത്തേതും ഇന്നത്തേതും പർപ്പസ്. അപ്പോൾ എല്ലാ ഓഫീസേഴ്സും നമ്മൾ കൂടി കാഴ്ച ചെയ്തിട്ടുണ്ട്. എല്ലാ AMVIs MVIs നമ്മുടെ ജോയിൻറ്റ്സ് JSും HA ക്ലർക്സ് എല്ലാവരും നമ്മൾ സംസാരിച്ച് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത 3 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ പെൻഡൻസി കുറയ്ക്കണം, എങ്ങനെ നമുക്ക് സിറ്റിസൺ സർവീസ് ആപ്ലിക്കേഷൻസ് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റണം, എങ്ങനെ കൂടുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ തീർത്തി കൊടുക്കണം, എങ്ങനെ CF പെട്ടെന്ന് തീർത്തി കൊടുക്കണം എന്നുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഒരു 3 മാസം കൊണ്ട് നമ്മൾ ഈ പെൻഡൻസി കുറച്ച് നിൽ ആകും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. ഉള്ള ഉദ്യോഗസ്ഥർ കൂടി എങ്ങനെ നമുക്ക് ഒരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള കോർഡിനേഷൻ ചെയ്ത് എങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടുത്തെ RTO മലപ്പുറം ശ്രീ ഷഫീഖ് ഉണ്ട്, DTC തൃശ്ശൂർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഏരിയാസിനെ കൂടുതൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഓഫീസേഴ്സ് അറ്റാച്ച് ചെയ്യുന്നു. വേറെ ജില്ലകളിൽ നിന്ന് നമ്മുടെ ഓഫീസേഴ്സിനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ പെൻഡൻസി കുറയ്ക്കാൻ നോക്കുകയാണ്. ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ലോങ് ടേം ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിഫൈഡ് കൗണ്ടർ സിസ്റ്റം വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ആവും. കേരളം മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെൻഡൻസി കുറയും. ഈ ഓഫീസുകളുടെ പ്രവർത്തനം ഇപ്പം സന്ദർശിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? തിരുവനങ്ങാടി ഉൾപ്പെടെയുള്ള ഓഫീസുകളുടെ നല്ല മെയിൻ്റനൻസ് ആണ്. ഓഫീസ് നല്ല മെയിൻ്റനൻസ് ആണ്. പക്ഷേ നല്ല തിരക്കുള്ള ഓഫീസസാണ്. ഈ തിരൂരങ്ങാടി ആണെങ്കിലും തിരൂരാണെങ്കിലും ഒരു RTO ഒരു ജില്ല മൊത്തം ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന സബ് RTO ഓഫീസസാണ് വിത്ത് മിനിമം സ്റ്റാഫ്. 4, 5, 6 ക്ലർക്ക് വെച്ചിട്ടാണ് ഈ RTO ഓഫീസ് നടക്കുന്നത്. അതെങ്കിൽ ഓരോ RTO ഓഫീസിലെ 10-20ഓളം ക്ലർക്സാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അത് സ്വാഭാവികം ഇവിടുത്തെ ഓരോ ജില്ലയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരു കൂടുതൽ മാൻ പവർ റിസോഴ്സസ് ഒരു സ്ട്രീം ലൈൻഡ് ആക്ഷൻ പ്ലാൻ നമ്മൾ ഉണ്ടാക്കി. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റ് തീയതിക്കായി കാത്തിരിക്കുന്ന അപേക്ഷകളുടെ എണ്ണം തിരൂരങ്ങാടി തിരൂർ ഓഫീസുകളിൽ വളരെയധികം വർദ്ധിച്ചതിനാൽ നിലവിൽ ഉള്ളതിനേക്കാൾ അധിക ബാച്ചുകൾ നൽകി. തിരൂരങ്ങാടി നിലവിൽ 2 ബാച്ചുകളിൽ 80 പേർക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അവസരം ലഭിക്കുന്നത്. എന്നാൽ കാത്തുനിൽക്കുന്ന അപേക്ഷകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുകയുള്ളൂ. ഈ പശ്ചാത്തലത്തിലാണ് അധികമായി 3 ബാച്ചുകൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനുവദിച്ചത്. തിരൂരിൽ 4 ബാച്ചുകൾക്ക് പുറമെ 2 ബാച്ചുകൾ കൂടി അധികം നൽകി. മലപ്പുറം, നിലമ്പൂർ, പെരിന്തൽമണ്ണ ഓഫീസുകളിൽ കൂടുതൽ ബാച്ചുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണ്. RTO ഓഫീസുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജില്ലയിൽ പ്രത്യേക പരിശോധന നടത്തിയത്. മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി തിരൂർ ഉൾപ്പെടെ RTO ഓഫീസുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷകൾ വലിയ തോതിൽ കെട്ടിക്കിടക്കുന്നതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിനും ലൈസൻസിനുമായി അപേക്ഷിച്ചവർ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയ്ക്കാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സന്ദർശനത്തോടെ വിരാമമായത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി ലഭിക്കാത്തതുമൂലം വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്ന പശ്ചാത്തലത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചക്കിലം IPS RTO ഓഫീസുകളിൽ പരിശോധന നടത്തിയത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MP ജെയിംസ്, ജില്ലാ RTO B ഷെഫീഖ് എന്നിവരും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കൊപ്പം പരിശോധനയ്ക്കെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.